പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റുന്ന നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ഡ്രില്ലർ ഉപയോഗിച്ച് അത് നീക്കാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കയ്യേറ്റ ഭൂമിയിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയാണ് അനധികൃതമായി കുരിശ് സ്ഥാപിച്ചത്. പരുന്തുംപാറയിൽ നടക്കുന്ന ഈ കയ്യേറ്റങ്ങൾ, അനധികൃത നിർമ്മാണം, ഇതൊക്കെ നിയമസഭയിൽ പോലും ഇന്ന് ചർച്ചയായി. അത് വാഴൂർ സോമനാണ് ആ വിഷയങ്ങൾ ഉന്നയിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകരെ MLA-ക്ക് അടക്കം എതിരെ ചെളിവാരി എറിയുന്ന തലത്തിലാണ് ആരോപണങ്ങൾ പോകുന്നത്. പലവട്ടം ഇക്കാര്യങ്ങൾ, ഈ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് തഹസിൽദാരിനെയൊക്കെ സമീപിച്ചെങ്കിലും വേണ്ടത്ര ജാഗ്രതയോടെയുള്ള നിയമ നടപടികൾ ഉണ്ടായില്ല എന്ന വിമർശനമാണ് MLA ഉന്നയിച്ചത്. എന്നാൽ റവന്യൂ മന്ത്രി അതിന് മറുപടി നൽകിയത് കൃത്യമായ നടപടികൾ അവിടെ കൈക്കൊള്ളുന്നുണ്ട്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചു, നിരോധനാജ്ഞയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ആ നിരോധനാജ്ഞയൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇങ്ങനെ പരുന്തുംപാറയിൽ ഇത്രയും വലിയൊരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ഈ കയ്യേറ്റക്കാരൻ മതചിഹ്നങ്ങളെ എങ്ങനെ ഈ നിയമലംഘനങ്ങൾക്ക് മറയാക്കാമെന്ന് ആലോചിച്ചത്. പക്ഷേ എന്തായാലും മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് നേരത്തെയും ഇതുപോലെ കയ്യേറ്റങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ച് അത് നീക്കം ചെയ്യാൻ വലിയ പുകലുകൾ ഉണ്ടായതാണ്. അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് അധികം താമസിയാതെ തന്നെ ഇന്ന് പ്രത്യേകിച്ചും രാവിലെ മാതൃഭൂമി ന്യൂസ് ഈ കുരിശ് സ്ഥാപിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത നൽകിയതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും കൂടുതൽ പണിക്കാരെ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഈ കുരിശ് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോഴും അതിൻ്റെ അവസാന ഘട്ട ശ്രമത്തിലാണ്, ഈ കുരിശ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അവിടുത്തെ അനധികൃത നിർമ്മാണമടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ സ്ഥലത്തെ കൃത്യമായി കയ്യേറിയതാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് അതിവേഗം കടന്നാൽ മാത്രമേ ഇനിയുള്ള ഇത്തരം കയ്യേറ്റങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടാൻ റവന്യൂ വകുപ്പിന് സാധിക്കൂ. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, അധികം താമസിയാതെ ആ കുരിശ് മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്? ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ഈ പ്രത്യേക സംഘം, നിരോധനാജ്ഞ, ഇതൊക്കെ ഇവിടുത്തെ ഈ കയ്യേറ്റങ്ങൾ, അനധികൃത നിർമ്മാണം അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് വരെ തുടരും. ഇപ്പോൾ പീരുമേട് LA തഹസിൽദാർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പീരുമേട്ടിലെ ഈ നിർമ്മാണ മേഖലയിൽ എത്തിയിരിക്കുന്നത്. അവരാണ് ഈ കുരിശ് പൊളിക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം ഇന്ന് ഉച്ചയോടുകൂടിയാണ് പീരുമേട് തഹസിൽദാർക്ക് ലഭിച്ചത്. അടിയന്തരമായി തന്നെ ആ നിയമവിരുദ്ധമായി സ്ഥാപിച്ച കുരിശ് അവിടെ നിന്ന് നീക്കം ചെയ്യണം, അതായത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് എന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരുമേടിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് പെട്ടെന്ന് തന്നെയുള്ള നടപടികളിലേക്ക്, അതീവ രഹസ്യമായ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുകയും ചെയ്തത്. കൂടുതൽ തൊഴിലാളികളെ ഇപ്പോൾ എത്തിച്ച് ആ കോൺക്രീറ്റ് കട്ട് ചെയ്ത് നീക്കി അതിൻ്റെ കുരിശ് പൊളിച്ച് നീക്കുന്നതിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി കോൺക്രീറ്റ് ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഡ്രില്ല് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. ഇനി അവിടുത്തെ ഈ കോൺക്രീറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന കമ്പി കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുരിശ് താഴേക്ക് വീഴ്ത്താൻ കഴിയും. അതിനുവേണ്ടി കയറൊക്കെ ഒരു വശത്തേക്ക് കെട്ടി നിർത്തിയാണ് ഇപ്പോൾ ഈ ഡ്രില്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കട്ടർ ഉപയോഗിച്ച് ഈ കമ്പികൾ കൂടി മുറിച്ച് നീക്കുക എന്ന ജോലി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു വശത്തേക്ക് ഈ കുരിശ് ചരിച്ച് ഇറക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രില്ലിംഗ് അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് താഴത്തെ ഏതാണ്ട് കോൺക്രീറ്റ് പൂർണ്ണമായും തന്നെ ഡ്രില്ല് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ ഏതാണ്ട് 3 മണിക്കൂറിലേറെയായി ഇതിനുവേണ്ടിയുള്ള വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പവർ ടൂൾസുകളൊന്നും തന്നെ അവർ കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ അതേ കുരിശ് താഴേക്ക് വീഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ പരുന്തുംപാറയിലെ ആദ്യ റവന്യൂ നടപടിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. കയ്യേറ്റങ്ങൾക്കെതിരായ ആദ്യ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നു. നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം പ്രത്യേക റവന്യൂ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോയിരുന്നു. അതിന്റെ നിലംപൊത്തിയിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നടപടി റവന്യൂ വകുപ്പ് അവിടെ സ്വീകരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച, ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം സ്ഥാപിച്ച ആ കൂറ്റൻ കുരിശാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി മതചിഹ്നങ്ങളെ ഉപയോഗിക്കാനുള്ള കയ്യേറ്റക്കാരൻ്റെ ശ്രമമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് പൊളിച്ചിരിക്കുന്നത്. ഇനി തുടർന്നുള്ള നടപടികൾ, ഈ ഇവിടുത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, നിർത്തിവെക്കുക, അത് നീക്കം ചെയ്യുക, ഈ സ്ഥലം തിരിച്ചുപിടിക്കുക അടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും